the mental imbalance that has provoked him to do such a crime. How can he be held liable for this, sir? I am here only to request you to show some kindness on the accused. From the oral, documentary, primary, secondary and circumstantial evidences, it has been proved beyond doubt that the accused is insane. പ്രതി ഒരു മാനസിക രോഗിയാണെന്നുള്ള കാര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 84ന്റെ പരിഗണന നൽകി പ്രതിയെ വിട്ടയക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. That's all, Your Honor. സാക്ഷികളുടെ മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി ഒരു മാനസിക രോഗിയാണെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പൂർവ്വ വൈരാഗ്യത്തോടെയാണ് പ്രതി കൊലപാതകം നടത്തിയിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷന് സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 84-ാം വകുപ്പിന്റെ ആനുകൂല്യം നൽകി പ്രതി രവീന്ദ്രനെ നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവിടുന്നു. സാർ, ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ രഹസ്യമാണ്. എന്നാലും മെഡിക്കൽ ബോർഡിന്റെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്നത് നിസ്സാര കാര്യമല്ലോ സാർ. എന്റെ ജൂനിയേഴ്സ് ആയിപ്പോയില്ലേ, പറഞ്ഞുതരാം. ലക്ലി ദ അക്യൂസ് പാർട്ടി വാസ് യൂസിങ് എ മെഡിസിൻ ഫോർ ദ പാസ്റ്റ് 5 years. അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മരുന്ന് ബുദ്ധിഭ്രമത്തിനും പ്രിസ്ക്രൈബ് ചെയ്യാവുന്ന മെഡിസിൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ പോയിന്റ് സ്ട്രെസ് ചെയ്താണ് മെഡിക്കൽ ബോർഡിനെ കൊണ്ട് ഇത് അപ്രൂവ് ചെയ്യിച്ചത്. ആരോടും പറയരുത് കേട്ടോ. താൻ കുറെ കാലമായോ ശ്യാംസാൻ ഡ്രൈവറായിട്ട്? സാർ, കുറച്ച് നാളായിട്ട് ഒരു ഡൗട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാൻ. സാർ, ഈ ജയിക്കേണ്ട പോയിന്റ്സ് മാത്രം എങ്ങനെയാ തപ്പിയെടുക്കുന്നത്? 3-4 വർഷമായില്ലേ രണ്ടുപേരും എന്റെ കൂടെ ആയിട്ട്. എന്നിട്ട് ഒരു താൻ ആ കേസിന്റെ നോട്ടീസ് പോസ്റ്റ് ചെയ്തോ? അത് അന്ന് തന്നെ വാദിക്ക് പോസ്റ്റ് ചെയ്തല്ലോ. എടോ, വാദിക്കല്ലോ, പ്രതിക്കല്ലേ പോസ്റ്റ് ചെയ്യേണ്ടത്? അല്ല സാർ, ഒന്നും പറഞ്ഞില്ലേ വാദിക്കണോ പ്രതിക്കല്ലേ? രണ്ടുപേരും കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി കേട്ടോ. നമസ്കാരം സർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതൊക്കെ പറയടോ. തനിക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് വാദിച്ച ആ കേസ് ജയിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ശീലമായി പോരുത് കേട്ടോ. ഏത് സർ? മർഡർ, കൊലപാതകം, സത്യം പറഞ്ഞാൽ തൂക്കിക്കൊല്ലേണ്ട കേസാ. അല്ല സർ, ഒരു അബദ്ധം. എന്തോന്ന് അബദ്ധം? നാട് റോഡിൽ ഇടയിൽ തന്നെ ചറവറ കുത്തുന്നതാണ് അബദ്ധം. സർ, എന്റെ പെങ്ങളെ ആ ദുഷ്ടൻ. വൈകുന്നേരത്തെ എവിടെ കാണാം സർ? വൈകുന്നേരോ? അത് മാത്രമല്ല, ഫസ്റ്റ് റാങ്ക് വായിച്ച ഞാൻ LLB പാസ്സായത്. അല്ല രാവേട്ടാ? ഏത് റാങ്ക്? ഫസ്റ്റ് റാങ്ക്. ആ, മിടുക്കൻ. അതുകൊണ്ട് ഈ കേസിന്റെ കാര്യം പറഞ്ഞൊന്നും എന്നെ വരട്ടരുത്. 95%, അതായത് 95% ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു കൂടേ. അതെ അതെ, ഞങ്ങളുടെ ബോസായിട്ട് പറയല്ല. നിയമത്തിന്റെ കാര്യത്തിൽ സാറ് അതോറിറ്റി തന്നെയാ. സാറ് കോടതി വാദിക്കുന്നത് കാണാൻ തന്നെ എത്ര ഒരു കൂടുമെന്ന് അറിയാമോ? രാജകലയല്ലേ, ജീനിയസാ. ഓവറാക്കാതെ. ജൂനിയേഴ്സ് ആണെന്ന് കരുതി ഞാൻ തരുന്ന സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യരുത്. ചെയ്യൂ? അല്ല, ചെയ്യൂല. സ്മോൾ വഴി, സ്മോൾ വഴി. ഇതേത് രാഗമാണെന്ന് അറിയോ? എനിക്ക് ഒരു പിടിയുമില്ല. പിടികാണില്ല. അല്പം സ്വല്പം വിവരമുള്ളവർക്ക് സംഗീതം മനസ്സിലാവൂ. അല്ലേ രാവേട്ടാ? അതെ അതെ. പ്രകാശ്, മതി, വളരെ കൂടുതലായി. ഏയ്, എന്റെ കൈമൾ സാറേ, ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല കണ്ടീഷൻ ബോഡിയാ. പ്രകാശ്, വന്നേ. ടക്കെന്നൊരു സ്മോൾ വഴി. എന്തായി? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കേസിനെ അത്ര ലൈറ്റായി ഞങ്ങൾക്ക് കാണാൻ കഴിയും. സോറി ബ്രദർ, ഇത്തരം സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സ്പോയിൽ ചെയ്യാനുള്ളതല്ല ഈ ഈവനിങ്. പ്രകാശ്, തെറ്റിദ്ധരിക്കരുത്. ആ SP രാജശേഖരൻ നമ്മളെ ട്രാപ്പ് ചെയ്ത് അടങ്ങുമെന്ന മട്ടാണ്. അതൊക്കെ എനിക്ക് വിട്ടു തന്നേരെ. ഐ വിൽ മാനേജ് ഇറ്റ്. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഊരി തന്നിട്ടില്ലേ? പിന്നെ ഇത് നോ പ്രകാശ്, ഇത്തവണ തെളിവുകളെല്ലാം നമുക്കെതിരാണ്. അത് ഓർമ്മ വേണം. പ്രതികൂലമായിട്ടുള്ള തെളിവുകൾ അനുകൂലമായിട്ടുള്ള തെളിവുകളാക്കി മാറ്റും. ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്.
മോനെ ഒന്ന് സമാനിപ്പിച്ചോണ കൈമൾ സാറേ. ഗുഡ് നൈറ്റ്. Many happy returns of the day. സമ്മതിച്ചിരിക്കുന്നു. ഇരിക്കൂ. ഓരോ വർഷവും ഈ വയസ്സിന്റെ ജന്മനാൾ ഇത്ര കൃത്യമായി എങ്ങനെ ഓർമ്മിക്കുന്നു എന്നാ. മാഷേ, വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസേ എനിക്കുള്ളൂ. അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക. ഞാൻ ശ്യാമിന് വേണ്ടി ഏതാണ്ടൊക്കെയോ ത്യാഗം ചെയ്തിട്ടുണ്ടെന്നാണോ ശ്യാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അത് തെറ്റാണ്. കുഞ്ഞെ, ഞാനും തന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്റെ ചുമതല അത്ര കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം. മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയതിന്റെ കണക്കുകൾ സ്വന്തം അച്ഛനമ്മമാർ പോലും പറയുന്ന ഈ കാലത്ത് മാഷൊരു റിയൽ എക്സെപ്ഷനാണ്. ആത്മഹത്യ ചെയ്ത ഒരു ക്രിമിനലിന്റെ മകനായിട്ട് എല്ലാവരും എന്നെ കണ്ടപ്പോഴും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നോട് സംസാരിക്കാൻ മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മാഷ് തന്ന ആത്മധൈര്യമാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഞാൻ കടങ്ങളുടെയും കടപ്പാടുകളുടെയും കണക്കുകൾ പറയുകയല്ല. മാഷ് റിസൾട്ട് എന്നാ വരിക? അയ്യോ, റിസൾട്ട് വന്നു. എല്ലാ വിഷയത്തിനും 80% മാർക്കുണ്ട്. 80%? കൊള്ളാം, കൺഗ്രാജുലേഷൻ. താങ്ക് യു. ചായയാണോ? അല്ല, കാപ്പിയാ. എന്നാ കുടിക്കാം. ഓ, മോള് കുടിച്ചോ? ഇല്ല. അകത്ത് പോയി കുടിക്കല്ലേ? ഞാൻ ഇറങ്ങട്ടെ മാഷേ. ദാ, ഈ മാസത്തെ ഫീസ്. താങ്ക് യു. ഇത് ഫൈനൽ ഇയർ ആണ്. നല്ലപോലെ ശ്രദ്ധിച്ചോണം കേട്ടോ മാഷേ. ഡിഗ്രി നല്ല നിലയിൽ പാസ്സായിട്ട് വേണം എനിക്ക് നല്ലൊരു ചെറുക്കനെ തപ്പാൻ. ആദ്യം സാറിന്റെ കല്യാണം കഴിയട്ടെ. തിരക്കിട്ട് പെണ്ണിനെ അന്വേഷിച്ചോണ്ടിരിക്കാം അമ്മ. ശരി, അത് നമുക്ക് സൗകര്യം പോലെ സംസാരിക്കാം. മാഷിന് ഇപ്പോഴുള്ള മരുന്ന് 2 ആഴ്ച കൂടെ കണ്ടിന്യൂ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. ഇതുവരെ എന്റെ മരുന്നിന് ചിലവാക്കിയ കാശ് കൊണ്ട് മാത്രം മതി. മാഷ് പഴയ പല്ലവി തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് ഞാൻ ഇറങ്ങിയേക്കാം. ഗീത അമ്മ അന്വേഷിച്ചു കേട്ടോ. സോറി സാർ, വാദിക്കാണോ നോട്ടീസ് അയക്കേണ്ടത്? അയ്യോ, സാറ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പ്രതിക്കാണ് അയക്കേണ്ടതെന്ന്. അല്ല, പ്രതിക്ക് അയച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ്ട്രാ ഒരെണ്ണം ഇങ്ങനെ. അങ്ങനെയൊന്നുമില്ല സാർ, കോമൺ സെൻസ് ഇല്ലാത്തോണ്ടൊന്നും അല്ല. കാലത്ത് പോത്താ, ഈ ജൂനിയറായിട്ട് ജോലി ചെയ്ത് മടുത്തു. ഇനിയെങ്കിലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ ജീവിതാവസാനം വരെ നമ്മൾ ഇങ്ങനെ ജൂനിയേഴ്സ് ആയിട്ട് തുടരേണ്ടി വരും. അതെ, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കെൽപ്പും വിവരവും ഉണ്ടാകുന്നവരെ ഇങ്ങനെ അങ്ങ് കഴിയുന്ന അളിയാ ബുദ്ധി. ഈച്ച അടിച്ചോണ്ടിരിക്കുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് ആവുന്നതിനേക്കാളും നല്ലത് വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആയി കഴിയുന്നതാണ്. കാലത്ത് ഒരുമാതിരി ആക്കരുത്, അല്ലെങ്കിൽ നിന്റെ മനസ്സ് മുഴുവൻ വിഷമാ. ഞാൻ ഒരിക്കലും തിരക്കുള്ള വക്കീലാവില്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ ദുസൂചന? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുത് ഗോപാലകൃഷ്ണ. ആര് തുടങ്ങി വെച്ചത്, നീയോ ഞാനോ? ഈച്ച അടിച്ചോണ്ടിരിക്കും പോലും. എടാ, പ്രകാശ് സാറിന് സോപ്പിട്ട് എന്നും അങ്ങനെ എച്ചിൽ കഴി സിൽബന്തിയാ കഴിയുന്നതായിരിക്കും നിനക്കിഷ്ടം. പക്ഷേ എന്നെ അതിന് കിട്ടൂല. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ചിട്ടി കമ്പനി നടത്തി നാട്ടുകാരുടെ കാശ് അടിച്ചോണ്ട് രാഖി രാമനൻ നാടുവിട്ട കൃഷ്ണ പണിക്കരുടെ മകന്റെ തറവാട്ട് മഹിമ നാട്ടുകാർക്കൊക്കെ അറിയാം. ഏതായാലും നിന്റെ അപ്പന്റെ അത്ര കള്ളനല്ലടാ. കഷണ്ടി മാറ്റാനുള്ള മരുന്നാണെന്നും പറഞ്ഞ് ആവണക്കെണ്ണ കുപ്പിയിലാക്കി നാട്ടുകാർക്ക് വിറ്റ് കാശുണ്ടാക്കാനടാ നിന്റെ തന്ത ഉണ്ടപ്പാപ്പി. എന്തിനാടാ വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ? എടാ, മനുഷ്യനായ സ്വന്തം കഴിവിൽ വിശ്വാസം വേണം. അതങ്ങനെ 5 ചാൻസിൽ LLB പാസ്സാവാൻ എവിടുന്ന് ആത്മവിശ്വാസം ഉണ്ടാവുക? എത്ര ചാൻസ് പാസ്സായെങ്കിലും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ഡിഗ്രി എടുത്ത്, അല്ല നിന്നെ പോലെ കേരളത്തിന് പുറത്തു പോയി പ്രൊഫസർക്ക് അണ്ടിപ്പരിപ്പ് കൊടുത്ത് ഉണ്ടാക്കിയ ഡിഗ്രി അല്ലേ? എടാ, നീ കുറെ നേരമായിട്ട് വളയുന്നുണ്ട്. രാവിലെ മുതൽ നീ എന്റെ മേക്കിട്ട് കറങ്ങാ. എന്താ രാവിലെ വലിയൊരു സ്നേഹപ്രകടനം? ബർത്ത്ഡേ ആണ് സാർ, അതുകൊണ്ട് കെട്ടി ആണോ? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അല്ല സാർ, ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നത്തെ കംപ്ലീറ്റ് ചെലവ് പോത്തന്നെ കണക്കായിട്ടാ. അതെയോ? വൈകുന്നേരം നമുക്ക് ഗംഭീരമാക്കി കളയാം.
കൈമൾ സാറല്ലേ? ഞാനാ. RTO ഓഫീസിൽ മിസ്റ്റർ ജേക്കബ് ഉണ്ട്. പുള്ളിയെ പോയി ഒന്ന് കാണണം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ആ ബാൻ ഡ്രഗ്സിന്റെ സ്റ്റോക്ക് അങ്ങ് നശിപ്പിച്ചളഞ്ഞേക്കണം. നോ നോ നോ, ഇനി അത് വിൽക്കാൻ പാടില്ല. അല്ല, ഞാൻ കേസ് ബാധിക്കുന്ന കാര്യമൊക്കെ വേറെ, പക്ഷെ ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ആ, കാശ് നമുക്ക് പല മാർഗത്തിൽ കൂടെ ഉണ്ടായിക്കൂടെ കൈമൾ സാറേ? ആ, ഓക്കെ ഓക്കെ. സാറ് പോയി ജേക്കബിനെ കാണണേ. ഓക്കെ. ആ, മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, പ്ലീസ് കം. അല്ല, സാറോട് ഒന്ന് പറയണം. എന്താ? വൈകുന്നേരത്തെ പാർട്ടിയുടെ കാര്യം. ഈ പോത്തം ബേസിക്കലി പിശിക്കണേ. ഏയ്, അതല്ല. SP വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? രാജശേഖരൻ സാറോ ആ, വൈകുന്നേരം ബില്ലിയാസ് ക്ലബ്ബിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു.